ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. നമ്മൾ ഇന്നൊരു വ്ളോഗ് എടുക്കണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് രാവിലെ തുടങ്ങിയിട്ടുള്ളതെന്ന് എടുക്കാഞ്ഞത്. അപ്പോൾ ഇന്ന് നമുക്ക് കപ്പയാണ് കേട്ടോ ഉള്ളത്. കപ്പ അരപ്പൊക്കെ ഇട്ടിട്ട് പുഴുങ്ങുവാണ്. അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ പതുക്കെ വന്ന് എൻ്റെ ഇലയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. പുള്ളിക്കാരി ഇങ്ങനെ കയ്യിലിരുന്ന് ഇങ്ങനെ പണികളൊക്കെ ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കയറിയിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് രാവിലത്തേക്കുള്ള കപ്പയൊക്കെ ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഞായറാഴ്ച നമ്മൾ ഇറച്ചി ഒക്കെ മേടിക്കാറുള്ളതാണ്. ഇന്നിപ്പോൾ ഇറച്ചിയൊന്നുമില്ല, നമുക്കിപ്പോൾ മീൻ മാത്രമേ ഉള്ളൂ കേട്ടോ. മീൻ വറുത്തതും ഉണ്ട്, പിന്നെ മീൻ കറി വെച്ചതും ഉണ്ട്. നമുക്കിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉള്ള ദിവസമാണ്. ഉത്സവമൊക്കെ അടുത്ത് വരുന്നതുകൊണ്ട് അത്യാവശ്യമായിട്ട് കുഞ്ഞാവയ്ക്ക് എന്താണെങ്കിലും ഡ്രസ്സ് എടുക്കണം. പിന്നെ കല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളോട് മേടിക്കാനുണ്ട്. അപ്പോൾ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് വന്നിട്ട് ഈ പുളിയൊക്കെ ഉണക്കി വെച്ചേക്കുന്ന കണ്ടിട്ട് അത് വേണം എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോഴേക്കും അച്ചാതിൽ നിന്ന് രണ്ടെണ്ണം എടുത്തു കൊടുത്തേ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ രാവിലത്തെ കാപ്പി കഴിച്ചു. അങ്ങനെ ആ കാക്കയൊന്ന് പഠിക്കണം. കഴിഞ്ഞോ? വേറെ ഏത് പാട്ടറിയാം? വേറെ പാട്ട് ഏതാ അറിയാവുന്നേ? പറ. അക്കത്തിക്ക് താന വരമ്പേ കപ്പ തിന്നോണ്ടിരിക്കണേനിടയിൽ നിന്നാണ് കേട്ടോ ഈ പാട്ട് പാടാൻ. സീതേടപ്പന്റെ പേരെന്ത്? പേര് പറ. പാട്ടുപാടലെല്ലാം കഴിഞ്ഞ് ചെന്നപ്പോഴാണ് അച്ചായി ഫോണിൽ ഓരോ റീൽസൊക്കെ കണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ ഓടി ചെന്നിട്ട് ആ പാട്ട് വയ്ക്കുക ഈ പാട്ട് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡാൻസ് കളിയൊക്കെയാണ് അയാൾ. അങ്ങനെ കുറേ നേരം കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും കണ്ടാൽ മതി എന്നും പറഞ്ഞ് അച്ചയുടെ ഫോണും മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകും. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ദേവാച്ചനുമായിട്ട് കുറേ നേരം ജനലിൽ കയറിന്ന് വർത്താനം പറയുമായിരുന്നു. ദേവാച്ചൻ്റെ തല മുട്ടയടിച്ചുകൊണ്ട് മുട്ടാച്ചാന്ന് വിളിച്ച് ഇവിടെ നിന്ന് വിളിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. മാവല നിൽക്കണ കാരണം കാണാൻ പറ്റാത്തതാണ് കേട്ടോ. അതിനിടയിൽ നിൽപ്പുണ്ട് ദേവാച്ചൻ കോട്ടയത്തിന് പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മളും എന്താണേലും ഷോപ്പിങ്ങിനൊക്കെ പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെഡിയാകാൻ പോവാണ്. അപ്പോൾ ഇന്ന് കുഞ്ഞാവേനെ അച്ചയാണ് കേട്ടോ കുളിപ്പിക്കുന്നത്. കുളിച്ചോ? ആര് കുളിപ്പിച്ചേ? അച്ചയാണോ കുളിപ്പിച്ചേ? ശരിക്കും തോർത്താൻ പറ അച്ചയോട്. കുളിയെല്ലാം കഴിഞ്ഞ് തോർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അമ്മ കുഞ്ഞാവയുടെ കുഞ്ഞുടുപ്പെല്ലാം അലക്കിയിട്ടേക്കുന്നത് താണ്ടച്ചെന്നും പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. കുഞ്ഞാവനെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മയാണ് കേട്ടോ കണ്ണും പൊട്ടൊക്കെ എഴുതി സുന്ദരിയാക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് ചേട്ടായി കുളിക്കാൻ പോയി. ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഞാനും ഒന്ന് റെഡി ആവട്ടെ. നമ്മളെവിടെ പോകും കുഞ്ഞാവേ? കടയിൽ. എന്നാ വാങ്ങാൻ പോവാ? അക്രീമോ? ബൈ. നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് കുഞ്ഞാവയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. പർപ്പിൾ പംകിന്നാണ് കേട്ടോ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയത്. നമ്മളവിടെയാണ് കൂടുതലും കുഞ്ഞാവയ്ക്ക് ഡ്രസ്സൊക്കെ എടുക്കാറില്ല. അവിടെ നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചെന്ന വഴിക്ക് നമ്മൾ ജംപ് സ്യൂട്ട് ഉദ്ദേശിച്ച് ചെന്നത്. പക്ഷേ ജംപ് സ്യൂട്ട് അവിടെ ഉള്ള ഭാഗത്തിനുണ്ടായിരുന്ന ഉള്ളതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതേ മോഡൽ തന്നെയുള്ള വേറെ ഐറ്റംസൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൽ 1-2 സെലക്ട് ചെയ്തിട്ട് അത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ പർവ്വതം പോലെ ഇരിക്കുന്ന ഉടുപ്പൊക്കെ കണ്ട് താണ്ടമ്മേന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നതാണ് കേട്ടോ. അതൊക്കെ മേടിച്ചാൽ ഇതൊന്നും പുള്ളിക്കാരി ഇടാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ 1-2 ഇട്ട് കണ്ടിട്ട് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടെ നേരെ സ്റ്റേഷനറി കടയിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചേട്ടായി അധികം മൈൻഡ് ചെയ്യത്തില്ല. കാരണം ഞാനെല്ലാം ഇങ്ങനെ വാരിപ്പറക്കി ഇടുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ പോകാമെന്നുള്ള ധൃതിയും വെച്ച് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. പിന്നെ നമ്മൾ പോയതൊരു 10-11 മണിക്ക് ആയതുകൊണ്ട് ഉച്ചത്തെ ഫുഡ് നമ്മൾ കഴിക്കാതെയാണ് പോയത്. അപ്പം നമ്മൾ കടയിൽ കയറിയത് ഒരു 3 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമായതുകൊണ്ട് ഇനിയിപ്പോൾ ഉച്ചത്തെ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. നമ്മൾ ലൈറ്റായിട്ട് ബേക്കറി കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബേക്കറി കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ചേട്ടായിക്ക് 2 ഷർട്ട് നോക്കാമെന്ന് നമ്മൾ വിചാരിച്ചത്. ആദ്യം എനിക്കൊരു ചെരുപ്പ് മേടിച്ചതിന് ശേഷം ഷർട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ കടയുണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ ഷർട്ട് എടുത്തിട്ട് ചെരുപ്പ് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ കൊടുത്തിട്ട്
നേരെ ഷർട്ട് നോക്കാൻ വേണ്ടി പോയി. കടയിൽ കയറിയപ്പോഴേക്കും നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടേക്കണം ജീൻസ്, അതിൻ്റെ ഇത് കാല് കണ്ടിട്ട് അയ്യോ കാലെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് കാണിക്കും. അമ്മയാണ്ട പാടി കാലെന്ന് പറഞ്ഞിട്ട് വിളിച്ച് കാണിച്ച് പേടിച്ച് നിൽക്കുവാണ്. നമ്മൾ 2 ഷർട്ടാണ് കേട്ടോ നോക്കിയത്. ആ 2 ഷർട്ടും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ട്രയൽ റൂമിനകത്ത് ഷർട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കയറിയ സമയത്ത് അച്ഛൻ എവിടെ പോയി, അച്ഛനെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞിട്ട് എൻ്റെ വാതിൽക്കൽ ചെന്ന് അച്ഛന്ന് തട്ടി വിളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ കുഞ്ഞാവ. അങ്ങനെ ഷർട്ടൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ എനിക്ക് ചെരുപ്പ് നോക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ചെരുപ്പൊന്നും കണ്ടില്ലെങ്കിലും അതിനകത്ത് ഇഷ്ടപ്പെട്ടൊരു ചെരുപ്പ് സെലക്ട് ചെയ്ത് നമ്മൾ മേടിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോകുന്നത്. തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോരുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ ചേട്ടനും ഫാമിലിയും താമസിക്കണേ. അപ്പോൾ അവിടെ കൊച്ചുങ്ങളൊക്കെ ഉണ്ടായിരിക്കുമെന്ന് കരുതിയാണ് ചെന്നത്. അവിടെ ചെന്നപ്പോഴത്തേനും കൊച്ചുങ്ങളില്ലായിരുന്നു. ചേട്ടൻ ജോലിക്കും പോയി. ചേട്ടൻ്റെ വൈഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും അവളും നേരത്തെ തുടങ്ങി ഒരുമിച്ച് പഠിച്ച ക്ലാസ്മേറ്റ്സൊക്കെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ അപ്പോഴേക്കും അവൾ നാരങ്ങാ വെള്ളമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. കുഞ്ഞാവെ അപ്പോഴേക്കും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നേ. വീട്ടിൽ വന്ന് കയറുമ്പോഴേ കുഞ്ഞാവ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സ്ലേറ്റാണ് കേട്ടോ, മാജിക് സ്ലേറ്റ്. അത് മേടിച്ച് അതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളും ചെയ്യുകയാണ് കേട്ടോ. ഈ കുറച്ച് സമയത്തേക്ക് അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് അത് കട്ടിലിനടിയിലോ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടാവും. പിന്നെ അത് അനാഥപ്രദമായിട്ട് കിടക്കുകയുണ്ടാവുള്ളൂ. അപ്പം മേടിച്ചതിൻ്റെ ആ ഒരു ഇതിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അമ്മ ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കുന്നത് കണ്ടത്. അത് കണ്ടപ്പോഴേ കുളിപ്പിക്കാനായിട്ട് ഇറക്കി നിർത്തിയതായിരുന്നു. അവളെ ഓടിച്ചെന്ന് പിന്നെ ഞാൻ വെള്ളം നനയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. മുകളിലൊക്കെ വെള്ളം നനയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഓസയെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് ബാക്കി താഴെ ഭാഗമൊക്കെ ഞാൻ നനച്ചോളാമെന്ന് പറഞ്ഞ് നടക്കുകയാണ് കേട്ടോ. അമ്മയാണെ അച്ഛായി പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വരുന്ന തൈകളായതുകൊണ്ട് പുറകെ നടക്കുകയാണ് കേട്ടോ, ഒന്നും നശിച്ച് കളയാതെ. പുള്ളിക്കാരിക്ക് ഇങ്ങനെ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കുള്ള തൈകളിലും ചെടികളിലും ഒക്കെ ഇങ്ങനെ വെള്ളം നനയ്ക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിങ്ങനെ ഓസയിൽ പിടിച്ചതല്ലെങ്കിൽ പോലും കപ്പ് കൊണ്ട് കോരി ഒഴിച്ച് നനയ്ക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെള്ളത്തിൽ കളി അല്ലെങ്കിലും ഇഷ്ടമാണ്, പക്ഷേ ഇത് ഒരു പ്രത്യേക തരം പുള്ളിക്കാരിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇതിനൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരിക്കലും മിസ്സാക്കാറില്ല. ഇനിയിപ്പോൾ കയ്യിലും കാലിലൊക്കെ കുറച്ച് ചെളിയായാലും കുഴപ്പമില്ല, കാരണം കുളിപ്പിക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് നേരമൊക്കെ നിന്ന് അങ്ങനെ അവൾ വെള്ളം നനയ്ക്കണേ കണ്ടുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പം നമ്മളൊരു പ്ലാനും ഇല്ലാതെ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കാതെ എടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണേ.